സ്വഭാവ പാഠങ്ങൾ 3ാം ക്ലാസ്സിലേക്ക് എന്ന പുസ്തകത്തിലെ 17ാമത്തെ പാഠം പ്രാർത്ഥന, 46ാമത്തെ പേജ്. മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന ദുആ എന്ന് പറയുന്നത്. ഇനി 4ാമത്തും വായിക്കാം, ഒക്കെ വായിക്കാം, നമുക്കൊന്നും ഒരു പേടിയില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ലോകത്ത് ശിർക്കും തൗഹീദും ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നേതാവിനേക്കാൾ തൗഹീദ് തിരിഞ്ഞവരുണ്ടാവുകയില്ലല്ലോ. അതാ പറയുന്നു, കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. സയ്യിദുനാ റസൂലുള്ളാഹി, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. റസൂലുള്ളാഹി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇപ്പത് ശിർക്കാണല്ലോ. ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസിന്റെ വാൽകഷ്ണത്തിന്റെ അർത്ഥം പുരോഹിതന്മാർ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ചോദ്യവേളയിലാണ് ഹദീസിന്റെ അറബി വാക്യം താരീഖ് ഇബ്നു അസാക്കിറിൽ നിന്ന് അവർ വായിച്ചത്. എന്നാൽ ഇബ്നു അസാക്കിറിലെ പരമ്പര വായിക്കുവാനും ഹദീസിന്റെ ടെക്സ്റ്റ് മുഴുവനും വായിക്കുവാനുമുള്ള മുജാഹിദ് പക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ മുസ്ലിയാക്കൾ തയ്യാറായില്ല. അത് ഉച്ചയ്ക്ക് ശേഷം തങ്ങൾ വായിക്കുമെന്നും ഹദീസിന്റെ ന്യൂനതയെന്തെന്ന് വിശദീകരിക്കുമെന്നുമുള്ള മുജാഹിദുകളുടെ പ്രഖ്യാപനം പുരോഹിതന്മാരെ അസ്വസ്ഥരാക്കി. കാരണം മുജാഹിദുകളുടെ നിർവചനം തകർക്കാൻ വേണ്ടി തങ്ങളുടെ ഉസ്താദുമാർ വായിച്ച ഹദീസ് വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതിനെ അവർ ഭയപ്പെട്ടു. ഇബ്നു അസാക്കിറിലെ സനദ് വായിക്കുന്നതിനു പകരം പിന്നീട് മജ്മഉ സവാഇദിലേക്കും അവിടെ നിന്ന് മുസ്നദ് അബൂയഅലയിലേക്കും മുസ്ലിയാക്കൾ തെന്നിമാറി. അബൂയഅലയിൽ നിന്ന് അവർ വായിച്ച ഹദീസിന്റെ പൂർണ്ണരൂപം കാണുക. ഹദ്ദസന അഹ്മദ് ബിൻ ഈസ ഹദ്ദസന ഇബ്നു വഹബ് അൻ അബീ സഖർ അന്ന സഈദ് അൽ-മഖ്ബരി അഖ്ബറഹു അന്നഹു സമിഅ അബാ ഹുറൈറ യഖൂൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി ലയൻസിലന്ന ഈസ ഇബ്നു മർയമ ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദലൻ ഫലയുകസ്സിറന്ന الصليب وليقتلن الخنزير وليصلحن ذات البين وليذهبن الشحناء وليعرضن عليه المال فلا يقبله ثم لئن قام على قبري فقال يا محمد لأجبته. ഇതിലെ അവസാന വരിയായ ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഅജബ്തുഹു എന്ന വരി മാത്രമാണ് പുരോഹിതന്മാർ വായിച്ചത്. വിശദീകരണങ്ങളൊന്നുമില്ലാതെ ഹദീസ് ഒരു വട്ടം വായിക്കുന്ന ആർക്കും തന്നെ ഇത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതല്ലെന്നും അതിനാൽ തന്നെ മുജാഹിദുകളുടെ നിർവചനം തകർക്കാൻ മുസ്ലിയാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ബോധ്യപ്പെടും. ഹദീസിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഇമാമായി, നീതിമാനായ ഭരണാധികാരിയായി ഇറങ്ങിവരും. അദ്ദേഹം കുരിശുകൾ തകർക്കും, പന്നികളെ കൊല്ലും, അഭിപ്രായ വ്യത്യാസമുള്ളത് നന്നാക്കും, പോരുകൾ പരിഹരിക്കും. അദ്ദേഹത്തിന്റെ മുമ്പിൽ സമ്പത്ത് പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല. പിന്നീട് എന്റെ ഖബറിനരികിൽ വന്ന് അദ്ദേഹം യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ഉത്തരം ചെയ്യും. ഇതാണ് ഹദീസിന്റെ അർത്ഥം. ഇതിൽ എവിടെയാണ് നിർവചനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുള്ളത്? ഇതിലെവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏതെങ്കിലും ഗുണം പ്രതീക്ഷിച്ച് നടത്തുന്ന സഹായം തേട്ടമുള്ളത്? ഇതിലെവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതെങ്കിലും ദോഷം തടയാൻ വേണ്ടിയുള്ള തേട്ടമുള്ളത്? പ്രഥമദൃഷ്ട്യാ തന്നെ ഈ ഹദീസ് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്നെല്ലാവർക്കും ബോധ്യം.